നമസ്കാരം. ഐഡിയൽ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ പല മെത്തേഡുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം ഇൻസേർട്ട് എന്നുള്ള മെനുവിൽ പോകുന്നു, ടേബിളിൽ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് റോയും കോളും സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ആവും. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് മെനുവിൽ പോവുക, ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് എത്ര കോളമാണോ വേണ്ടത് അത്ര കോളവും റോയും കൊടുത്തതിന് ശേഷം ഓക്കെ പറഞ്ഞാൽ ടേബിൾ ഇൻസേർട്ട് ആവും. ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിൽ തന്നെ ടേബിളിൽ പോവുക, ഡ്രോ ടേബിൾ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെൻസിലാണ് അത് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുക. എന്നിട്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളമുള്ള ടേബിൾ വേണമെങ്കിലും ക്രിയേറ്റഡ് ആവും. ഇതിന് റോസ് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി പുതിയൊരു മെത്തേഡിൽ എങ്ങനെയാണ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയൊന്നും മെനക്കെടാതെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമുക്കൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എത്ര കോളമാണോ വേണ്ടത് അത്രയും പ്ലസും മൈനസും മാത്രം മതി. പ്ലസുകളും മൈനസും ഇട്ടിട്ട് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടേബിളിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും പ്ലസ് സിമ്പിൾ കൊണ്ട് വേണം അവസാനിപ്പിക്കാനായിട്ട്. ആദ്യം ഒരു പ്ലസ് ഇടുന്നു, അതിനുശേഷം എത്ര വീതിയാണോ നമ്മുടെ കോളത്തിന് വേണ്ടത് അത്രയും മൈനസുകൾ ഇടുന്നു, അതിനുശേഷം വീണ്ടും പ്ലസ് ഇടുന്നു. ഈ ഓരോ പ്ലസിനകത്ത് ഈ പ്ലസ് ഏതൊക്കെ അറ്റത്ത് വരണോ അതാണ് കേട്ടോ കോളത്തിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോളമുള്ള ഒരു ടേബിളാണ് നമ്മൾ ചെയ്തത്. ഇനി വീണ്ടും മൈനസ് ഇടുന്നു, പ്ലസ് ഇടുന്നു. ഇപ്പൊ 2 കോളമായി, വീണ്ടും മൈനസ് ഇടുന്നു, പ്ലസ് ഇടുന്നു. 3 കോളമായി, വീണ്ടും മൈനസ് ഇടുന്നു, പ്ലസ് ഇടുന്നു. ഇപ്പൊ നമ്മൾ 4 കോളമുള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ടേബിൾ ആണെന്ന് തോന്നുന്നില്ല അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര മൈനസ് സിമ്പിൾ ഇട്ടോ അത്രയും കോളങ്ങളുള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ആവുന്നതാണ്. ഇനി ഇതിൽ റോകൾ കൂടുതൽ വേണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ടാബ് കീ പ്രസ് ചെയ്ത് പോവുക. അവസാനത്തെ കോളം എത്തിയതിനു ശേഷം ടാബ് കീ പ്രസ് ചെയ്താൽ പുതിയ റോകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് റോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ എല്ലാ ടേബിളിലും ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ടേബിളിലും ചെയ്യാം. ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ഒരു കോളം എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് കോളംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ കോളം ഡിലീറ്റ് ആയി പോകും. ഇനി എനിക്ക് ഇതിന്റെ റൈറ്റിലേക്ക് ഒരു കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർട്ട് കോളം ടു ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോളം ആഡ് ആവുന്നതായിരിക്കും. ഇങ്ങനെ സാധാരണ ടേബിൾ എന്താണോ അതേപോലെ എല്ലാ കാര്യങ്ങളും ഈ ടേബിളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കോളത്തിന്റെയും റോയുടെയും ഒക്കെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാൻ സാധിക്കും. എല്ലാം നമുക്ക് ഈ ടേബിളിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമുക്ക് ആവശ്യമുള്ള അത്രയും പ്ലസ് സിമ്പിൾസും മൈനസ് സിമ്പിളും ഇടുക. ഓരോ മൈനസിന്റെ പ്ലസിന്റെയും ഇടയ്ക്കുള്ള മൈനസ് എത്ര അകലമുണ്ടോ അത്രയായിരിക്കും ആ കോളങ്ങളുടെ വലിപ്പം, അല്ലെങ്കിൽ അത്രയും എണ്ണം കോളങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ സ്റ്റാർട്ടിലും എൻഡിലും പ്ലസ് സിമ്പിൾ ഇടാൻ മറക്കാതിരിക്കുക, അതിനുശേഷം എൻ്റർ അടിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.